പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുന്ന ഒരു മാഗസീൻ ഹോളാണ്. അപ്പം ഇതിന് തൊട്ട് മുമ്പുള്ള പല മാഗസീൻ ഹോളുകളിലും ഞാൻ യഹോവ സാക്ഷികൾ നടത്തുന്ന 1-2 മാഗസീനുകളൊക്കെ ഹോൾ ചെയ്തിട്ടുണ്ട്. അപ്പം യഹോവ സാക്ഷികൾ ഞങ്ങളുടെ വീട്ടിൽ വചനപ്രഘോഷണത്തിനായിട്ട് വരാറുണ്ട്. അപ്പോൾ അവർ ആ സമയത്തൊക്കെ കൈമാറുന്ന മാഗസീനുകളാണ് ഞാനിവിടെ ഹോൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഏപ്രിൽ 12-ാം തീയതി, അത് 2025 ഏപ്രിൽ 12-ാം തീയതി അവരുടെ ഒരു എല്ലാ വർഷവും നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ, അതായത് ഈസ്റ്ററിന് മുമ്പാണ്. യഹോവ സാക്ഷികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നില്ലെന്ന് തോന്നുന്നു. അപ്പം ഈസ്റ്ററിന് മുമ്പുള്ള ഒരു ദിവസം അവർ എല്ലാ വർഷവും അവരുടെ ഒരു പ്രത്യേക ആഘോഷം നടത്താറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ അമ്മയെ ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് അവിടെ ചെന്ന സമയത്ത് അവർ അമ്മയ്ക്ക് കൈമാറിയ ഒരു മാഗസീനാണ് നിങ്ങളെ ഞാൻ ഇന്ന് നമ്മൾ ഹോൾ ചെയ്യുന്നത്. ഇത് ആൾറെഡി ഞാൻ ഹോൾ ചെയ്തിട്ടുള്ള ഒരു മാഗസീൻ്റെ മറ്റൊരു വേർഷൻ, മറ്റൊരു ലക്കമാണ്. വീക്ഷാ ഗോപുരം എന്നാണ് ഈ മാഗസീൻ്റെ പേര്. യഹോവയുടെ രാജ്യത്തെ പ്രസിദ്ധമാക്കുന്നു എന്നാണ് ഇതിൻ്റെ അടിക്കുറിപ്പ്. വീക്ഷാ ഗോപുരം എന്നാണ് മാഗസീൻ്റെ പേര്. ഇത് യഹോവ സാക്ഷികൾ ഇറക്കുന്ന ഒരു മാഗസീനാണ്. ഈ മാഗസീൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ശരിക്കും ഒറിജിനലി ഇംഗ്ലീഷിൽ ഇറക്കുകയും ലോകത്തിലുള്ള 55 ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യുക. അതായത് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് മലയാളികൾ ഇപ്പം കേരളത്തിലുള്ള യഹോവ സാക്ഷികൾക്ക് വേണ്ടി പ്രത്യേകം നടത്തുന്ന മാഗസീനല്ല. ഇത് ബേസിക്കലി അമേരിക്കയിൽ നിന്നോ മറ്റോ അവരുടെ ഒറിജിനൽ യഹോവ സാക്ഷികൾ ഇറക്കുന്ന മാഗസീൻ ലോകത്ത് അത് ജസ്റ്റ് ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്യത്തേ ഉള്ളൂ. അല്ലാതെ മലയാളത്തിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റ് സഭകളിലൊക്കെ നമ്മളുടെ അച്ഛന്മാരും നമ്മളുടെ സിസ്റ്റേഴ്സും ഒക്കെയാണ് ഈ ലേഖനങ്ങൾ എഴുതി പ്രത്യേകം കേരളത്തിലെ ആൾക്കാർക്ക് വേണ്ടി ഒരു മാഗസീനുകളൊക്കെ ഇറക്കാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അമേരിക്കയിൽ നിന്ന് ഇറക്കുകയും മറ്റ് ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യപ്പെടുകയും വരുന്ന മാഗസീനാണ്. അപ്പോൾ അങ്ങനൊരു പ്രത്യേകത ഇവരിറക്കുന്ന മാഗസീനുണ്ട്. ഇത് വീക്ഷാ ഗോപുരം എന്നാണ് ഈ മാഗസീൻ്റെ പേര്. ഇതിൻ്റെ കവർ സ്റ്റോറി, ഈ ലക്കത്തിലെ കവർ സ്റ്റോറി ആരാണ് ദൈവം ആരാണ് എന്നുള്ളതാണ് ഈ ലക്കത്തെ കവർ സ്റ്റോറി. അപ്പോൾ ഉള്ളടക്കം പേജ് കാണിക്കാം. ഇതാണ് ഉള്ളടക്കം പേജ്. ഉള്ളടക്കം പേജിൽ തന്നെ ലിസ്റ്റുകളുണ്ട്, അത് വായിക്കാം. വേറെ ഞാൻ ഒന്നും വായിക്കുന്നില്ല. അപ്പോൾ ഓളി 140 നമ്പർ 1 2019 ഇറങ്ങിയ മാഗസീനാണ്. ഓരോ ലക്കത്തിൻ്റെയും മുദ്രണം എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 338 ഭാഷകളിൽ ലഭ്യം കേട്ടോ. 55 എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റിച്ച് പറഞ്ഞാണ്. 338 ഭാഷകളിലുണ്ട്. അതായത് ബേസിക്കലി വാച്ച് ടവർ എന്നുള്ളതാണ് ഇംഗ്ലീഷ് ടൈറ്റിൽ കേട്ടോ. ജനുവരി 2019 ജനുവരി ഫെബ്രുവരി ലക്കമാണിത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇത് ബൾക്കായിട്ട് അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ അവരുടെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ അവർ ഇങ്ങനെ ലഘുലേഖ എന്ന രീതിയിൽ കൊടുക്കുന്നതാണ് ഈ മാഗസീൻ. അപ്പോൾ ഇത് ഒറിജിനലി അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മാഗസീനാണ്. ഇത് 338 ഭാഷകളിൽ, അതാണ് അതിൻ്റെ പ്രത്യേകത. 338 ഭാഷകളിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതായത് 338 ഭാഷകളിലും ഈ സെയിം കണ്ടൻറ്റ് തന്നെയാണ്, ഈ സെയിം ഇത് തന്നെയാണ് മലയാളത്തിൽ ഇതുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റുകൾ ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. ഇതാണ് കണ്ടൻറ്റ് പേജ്. 2019 ജനുവരി ഫെബ്രുവരി ലക്കമാണിത്. ദൈവം ആരാണ്, അതാണ് ഒരു കവർ സ്റ്റോറി ആയിട്ട് ഉള്ളത്. പിന്നെ ഉള്ളത് ദൈവത്തിൻ്റെ പേരെന്താണ്, ദൈവം എങ്ങനെയുള്ളവനാണ്, ദൈവം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ദൈവം എന്ത് ചെയ്യും, ദൈവത്തെ അറിയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്, നിങ്ങൾക്ക് ദൈവത്തോടടുക്കാം. ഇങ്ങനെ ഇത്രയും ലേഖനങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതാണ് യഹോവ സാക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടുള്ള ലേഖനങ്ങളായിരിക്കും ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇങ്ങനെ വളരെ കളർഫുള്ളായിട്ടുള്ള വളരെ ക്വാളിറ്റിയുള്ള ഒരു മാഗസീനാണിത്. കൂടാതെ ഇത് വളരെ പേജുകളുടെ എണ്ണം കുറവാണ്. അപ്പം കീനാണ്, ഫോക്കസ്ഡ് ആയിട്ടുള്ള മാഗസീനാണ്. ഈ പറഞ്ഞ വിഷയങ്ങളാണ് ഇതിനകത്ത് ഈ ലക്കത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ മാഗസീനാണ് ഞാൻ ഇപ്രാവശ്യം ഹോൾ ചെയ്യുന്നത്. ഞാൻ പൊതുവെ അങ്ങനെ ഇത് അങ്ങനെ വായന എന്ന് പറഞ്ഞാൽ എല്ലാ മാഗസീൻസും ഒന്ന് ഓടിച്ച് നോക്കാറേ ഉള്ളൂ. ഇതും അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും നന്ദി.